പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, എക്കണോമിക്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ഏറ്റവും ക്രൂഷ്യലായിട്ട്, ഏറ്റവും മനസ്സിലാക്കി വെക്കേണ്ട ഒരു ഭാഗമാണ് ഡിമാൻഡ്. ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് എക്കണോമിക്സിൽ. നമുക്ക് എന്താണ് ഡിമാൻഡ്, അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇന്ന് നമുക്ക് സംസാരിക്കാം. What is demand? In economics, demand refers to the various quantities of a good or service that people will be and able to purchase at various prices during a period of time. ഒരു പീരീഡ് ഓഫ് ടൈമിൽ വ്യത്യസ്ത ഉള്ള പ്രൈസിൽ ആളുകൾ എന്ത് ചെയ്യണം, വില്ലിങ്ങും ആകണം, ഏബിളും ആകണം. അപ്പോഴാണ് ഡിമാൻഡ് ഉണ്ടാവുക. ഒരാൾ വില്ലിങ്ങാണ്, അയാളെ കയ്യിൽ കാശില്ല, അയാൾ ഏബിൾ അല്ല. ഒരാൾ ഏബിളാണ്, പക്ഷെ അയാൾ വില്ലിങ് അല്ല, അപ്പോഴും ഡിമാൻഡ് ആവില്ല. അപ്പോൾ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് ഈസ് ഡിസയർ ബാക്ക്ഡ് ബൈ വില്ലിങ്നെസ് ആൻഡ് എബിലിറ്റി ടു പേ ഫോർ എ കമ്മോഡിറ്റി. ഡിസയർ ടു പർച്ചേസ് ആൻഡ് എബിലിറ്റി ഫോർ ദ ഗുഡ്. The other things which are assumed to be constant are taste and preference of a consumer, the income of a consumer, price of related commodities, എക്സെട്ര. ഇതിൽ അതർ തിങ്സ് എന്ന് ചില സമയത്ത് ഇനി വരും. അതർ തിങ്സ് പറഞ്ഞാൽ അതർ തിങ്സ് കോൺസ്റ്റന്റ് ആകും. ലോ ഓഫ് ഡിമാൻഡിൽ വരുന്ന ഒരു കാര്യമാണ്. വാട്ട് ഈസ് ലോ ഓഫ് ഡിമാൻഡ്? ലോ ഓഫ് ഡിമാൻഡ് എക്സ്പ്രസ് ദ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ്. അക്കോർഡിംഗ് ടു ദ ലോ ഓഫ് ഡിമാൻഡ്, അതർ തിങ്സ് ബീയിങ് ഈക്വൽ. അതർ തിങ്സ് എന്ന് പറയുമ്പോൾ ഡിമാൻഡിനെ ഡിറ്റർമിൻ ചെയ്യുന്ന മറ്റു ഫാക്ടേഴ്സ് അത് ഈക്വൽ ആകുമ്പോൾ, ഇഫ് ദ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി ഫാൾസ്, ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് ഇറ്റ് വിൽ റൈസ്. ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ത് ചെയ്യും? പ്രൈസ് കുറയുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടും. ആൻഡ് ഇഫ് ദ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി റൈസസ്, പ്രൈസ് കൂടുമ്പോൾ ഈസ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് വിൽ ഡിക്ലൈൻ. അപ്പോൾ എന്ത് ചെയ്യും? ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിക്ലൈൻ ചെയ്യും. ഇതാണ് ലോ ഓഫ് ഡിമാൻഡ്. ദ ലോ ഓഫ് ഡിമാൻഡ് ക്യാൻ ബി ഇല്ലുസ്ട്രേറ്റഡ് ത്രൂ എ ഡിമാൻഡ് ഷെഡ്യൂൾ ആൻഡ് ത്രൂ ഡിമാൻഡ് കർവ്. ഡിമാൻഡ് ഷെഡ്യൂൾ ഉണ്ട്, പ്രൈസ് ഉണ്ട്, അതിൻ്റെ ക്വാണ്ടിറ്റി ഉണ്ട്. പ്രൈസ് കുറയുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുന്നു, അതിൻ്റെ കർവാണ്. അപ്പോൾ ലോ ഓഫ് ഡിമാൻഡിൻ്റെ ഡിമാൻഡ് കർവ് എന്തായിരിക്കും? ഡിമിനിഷിങ് ആയിരിക്കും. ഓക്കെ, ഡിക്രീസിങ് സ്ലോപ്പ് ഡിമിനിഷിങ് ആയിരിക്കും. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും, പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടും. അപ്പം ഒരു നെഗറ്റീവ് റിലേഷൻഷിപ്പാണ്. പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? നെഗറ്റീവാണ്. അതാണ് ലോ ഓഫ് ഡിമാൻഡിൽ പറയുന്നത്. നെക്സ്റ്റ് ഈസ് കോസസ് ഓഫ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഓഫ് ഡിമാൻഡ് കർവ്. ഫസ്റ്റ് വൺ ഈസ് ലോ ഓഫ് ഡിമിനിഷിംഗ് ദ മാർജിനൽ യൂട്ടിലിറ്റി. എന്താണ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്? എന്താണ്? നമ്മൾ മോർ ആൻഡ് മോർ കൺസ്യൂം ചെയ്യുമ്പോൾ നമ്മുടെ മാർജിനൽ യൂട്ടിലിറ്റി എന്ത് ചെയ്യും? ഡിമിനിഷ് ചെയ്യും. അപ്പോൾ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ഡിമാൻഡ് കർവ് സ്ലോപ്പിംഗ് ഡൗൺവേർഡ് ആകാനുള്ള ഒരു പ്രധാന കാരണമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് കൂടുമ്പോൾ നമ്മളെ മാർജിനൽ യൂട്ടിലിറ്റി എന്ത് ചെയ്യും? കുറയും. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യില്ല? കൺസ്യൂം ചെയ്യില്ല. നെക്സ്റ്റ് വൺ ഈസ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഗുഡിനോട് സമാനമായിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് ഉണ്ടാവും. ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിൻ്റെ വില കുറയുമ്പോൾ നമ്മുടെ ഗുഡിൻ്റെ ഡിമാൻഡ് കുറയും. അപ്പോൾ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റും ഡിമാൻഡ് കർവിൻ്റെ സ്ലോപ്പിംഗ് ഡൗൺവാർഡിന് കാരണം. നെക്സ്റ്റ് വൺ ഈസ് ഇൻകം എഫക്റ്റ്. പ്രൈസ് കുറയുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ പർച്ചേസിങ് പവർ കൂടും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യും. അതാണ് ഇൻകം എഫക്റ്റ്. ഓക്കെ, നമ്മുടെ റിയൽ ഇൻകം കൂടും. പ്രൈസ് കുറയുമ്പോൾ റിയൽ ഇൻകം കൂടും. ദാറ്റ് ഈസ് ഇൻകം എഫക്റ്റ്. ന്യൂ ബയേഴ്സ്, പ്രൈസ് കുറയുമ്പോൾ പുതിയ ബയേഴ്സ് എന്ത് ചെയ്യും? ഇതിലേക്ക് അട്രാക്ട് ചെയ്യും. അങ്ങനെ ആ കമ്മോഡിറ്റി കൂടുതലായിട്ട് പർച്ചേസ് ചെയ്യും. ഓൾഡ് ബയേഴ്സ് പ്രൈസ് കുറയുമ്പോൾ കൂടുതലായിട്ട് പർച്ചേസ് ചെയ്യും. ഇങ്ങനെ ഈ പറയുന്ന 5 കാരണങ്ങൾ കൊണ്ടാണ്. മാത്രമല്ല ഇതുപോലെ മറ്റു ഫാക്ടേഴ്സ് ഉണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് എന്തിനുള്ള കോസസ് ഓഫ് ഡിമാൻഡ് സ്ലോപ്പിംഗ്, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഓഫ് ഡിമാൻഡ് കർവ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് എക്സെപ്ഷൻ ടു ദ ലോ ഓഫ് ഡിമാൻഡ്. ലോ ഓഫ് ഡിമാൻഡിന് കുറച്ച് എക്സംഷൻ ഉണ്ട്. എക്സെപ്ഷൻ പറയുന്നത് ഗുഡ്സ് ഹാവിംഗ് പ്രസ്റ്റീജ് വാല്യൂ. പ്രസ്റ്റീജ് വാല്യൂക്ക് നമ്മൾ അതിനെ പറയാം വെബ്ലൻ എഫക്റ്റ് എന്ന് പറയാം.
വെബ്ലൻ എഫക്റ്റ് എന്ന് പറയാൻ ഒരു പ്രസ്റ്റീജ് ആയിട്ടുള്ള ഗുഡുണ്ട്. ഉദാഹരണത്തിന് ഒരു ഡയമണ്ടിന്റെ വില കൂടുന്തോറും അതിന് ഉള്ള ഡിമാൻഡ് കൂടും. അതാണ് പ്രസ്റ്റീജ് ഗുഡ് എന്ന്. വൺ എക്സംഷൻ ടു ദ ലോ ഓഫ് ഡിമാൻഡ് ഇസ് അസോസിയേറ്റഡ് വിത്ത് ദ നെയിം ഓഫ് എക്കണോമിസ്റ്റ് തിയോറിസ്റ്റ് വെബ്ലൻ ഹു പ്രൊപ്പോണന്റ് ദ ഡോക്ട്രിൻ ഓഫ് കോൺസ്പീഷ്യസ് കൺസംഷൻ. അദ്ദേഹത്തിന്റെ പ്രകാരം പറയുന്നത് സം കൺസ്യൂമേഴ്സ് മെഷേഴ്സ് ദ യൂട്ടിലിറ്റി ഓഫ് കമ്മോഡിറ്റി എൻറ്റയർലി ബൈ ഇസ് പ്രൈസ്. പ്രൈസിന്റെ അടിസ്ഥാനത്തിലാണ് കുറച്ച് കൺസ്യൂമേഴ്സ് എന്ത് ചെയ്യുന്നത്, യൂട്ടിലിറ്റി ഡിറ്റർമിൻ എന്ന് പറഞ്ഞാൽ ഫോർ ദം ദ ഗ്രേറ്റർ ദ പ്രൈസ് ഓഫ് കമ്മോഡിറ്റി ദ ഗ്രേറ്റർ ഇസ് യൂട്ടിലിറ്റി. വില കൂടുന്തോറും ചില ആൾക്കാർക്ക് യൂട്ടിലിറ്റി കൂടും എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഡയമണ്ട് ആർ കൺസിഡർഡ് ആസ് പ്രസ്റ്റീജ് ഗുഡ്. നെക്സ്റ്റ് വൺ ഈസ് ഗിഫൺ ഗുഡ്. ഇത് കൊണ്ടുവന്നത് റോബർട്ട് ഗിഫൻ ആണ്. ഈ ഇദ്ദേഹത്തിൻ്റെ ഇത് പ്രകാരം പറയുന്നത് പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്, ഡയറക്റ്റ് ആണ്, പോസിറ്റീവാണ്. കാരണം ചില കമ്മോഡിറ്റീസ് ഉണ്ടാവും, അതിൻ്റെ വില കൂടുന്തോറും ചിലപ്പോൾ അത് കൂടുതലായിട്ട് എന്ത് ചെയ്യും, വാങ്ങാനുള്ള കാരണങ്ങൾ. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു നോട്ട് ദാറ്റ് വെൻ വിത്ത് ദ റൈസ് ഇൻ ദ പ്രൈസ് ഓഫ് എ ഗിഫൺ ഗുഡ് ഈസ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഇൻക്രീസ് and with the fall in its price is quantity demanded decrease. The demand curve will slope upward to the right and not downward. എന്ന് പറഞ്ഞാൽ ചില കമ്മോഡിറ്റീൻ്റെ വില കൂടുമ്പോഴാണ് അതൊരു ഒന്നും കൂടി നല്ല ഗുഡ് എന്ന് കരുതിയിട്ട് ആളുകൾ കൂടുതലായിട്ട് ഡിമാൻഡ്. ചില അതിൻ്റെ വില പറ്റ കുറഞ്ഞാൽ ആളുകൾ ആരും വാങ്ങില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഇഗ്നോറൻസ്. ഗുഡ് ക്വാളിറ്റി കമ്മോഡിറ്റീസ് ആർ കോസ്റ്റ്ലി ആൻഡ് എക്സ്പെൻസീവ് ഈസ് എ മിത്ത് എമംഗ് കൺസ്യൂമർ. ഗുഡ് ക്വാളിറ്റി കമ്മോഡിറ്റി എന്ന് പറയുന്നത് കോസ്റ്റ്ലി ആയിരിക്കും, എക്സ്പെൻസീവ് ആയിരിക്കുമെന്ന് കൺസ്യൂമേഴ്സിന് ഒരു മിത്ത് ഉണ്ട്. ഇറ്റ് ആൾസോ ഹാപ്പൻ വെൻ കൺസ്യൂമർ ആർ അണേബിൾ ടു ജഡ്ജ് ദ ക്വാളിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ്. ഇത് ഹാപ്പൻ ചെയ്യുന്ന ഒരു ക്വാളിറ്റി ഓഫ് ദ ഗുഡ് അതുകൊണ്ട് തന്നെ ജഡ്ജ് ചെയ്യാനാക്കി കൺസ്യൂമേഴ്സിന്. അതുകൊണ്ട് തന്നെ ഈ കേസിലും ലോ ഓഫ് ഡിമാൻഡിൻ്റെ അടിസ്ഥാനത്തിൽ ഡിമാൻഡ് നടക്കണം എന്നില്ല. ചേഞ്ച് ഇൻ ഫാഷനിലുള്ള ചേഞ്ചും അതേപോലെ ടേസ്റ്റ് ആൻഡ് എഫക്റ്റിലൊക്കെ ഉള്ള ചേഞ്ച് എന്ത് ചെയ്യും, ഡിമാൻഡിനെ ബാധിക്കും. ഓക്കെ, വെൻ ഈ കൺസിഡർ ദാറ്റ് ഗുഡ്സ് ആർ ഔട്ട് ഓഫ് ഫാഷൻ ദ ലോ ഓഫ് ഡിമാൻഡ് ബിക്കം ഇൻഎഫക്റ്റീവ്. അവിടെ എന്തായിരിക്കും, ഔട്ട് ഓഫ് ഫാഷൻ ആണെങ്കിൽ ലോ ഓഫ് ഡിമാൻഡ് ബിക്കം ഇൻഎഫക്റ്റീവ്. വില കുറഞ്ഞിട്ടും കാര്യമില്ല, അത് ഔട്ട് ഓഫ് ഫാഷൻ ആണ്, അതുകൊണ്ട് ആളുകൾ വാങ്ങാതിരിക്കും. വൺസ് കമ്മോഡിറ്റി ഗോസ് ഔട്ട് ഓഫ് ഫാഷൻ കൺസ്യൂമർ റെസിസ്റ്റ് ബൈ മോർ ഈവൻ ഇഫ് ദ പ്രൈസ് ഫാൾ. പ്രൈസ് ഫാൾ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് വാങ്ങാനുള്ള ചാൻസ് കുറയും. അടുത്ത ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ്. ഡിമാൻഡിനെ ഡിറ്റർമിൻ ചെയ്യും. ഒന്ന് ഇൻകം. ദ ഡിമാൻഡ് ഡിപ്പെൻഡ് അപ്പോൺ ഓൺ ഇൻകം ഓഫ് ദ പീപ്പിൾ. നമ്മൾ ലോ ഓഫ് ഡിമാൻഡ് അല്ല, ഡിമാൻഡിനെ ഡിറ്റർമിൻ ചെയ്യും. ദ ഗ്രേറ്റർ ദ ഇൻകം ഓഫ് ദ പീപ്പിൾ ദ ഗ്രേറ്റർ വിൽ ബി ദെയർ ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസ്. ഗ്രേറ്റർ ഇൻകം ഉണ്ടാകുമ്പോൾ ഗ്രേറ്റർ ആയിട്ട് ഡിമാൻഡ് ചെയ്യും. There is case most goods and service hence economics refer to goods whose demand varies directly with the income as normal good. ഇൻകം ഇതായിട്ടുള്ള ഡിമാൻഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഡയറക്റ്റ് ആണെങ്കിൽ അത് നോർമൽ ഗുഡ് ആയിരിക്കും. ആൾ ദ മോസ്റ്റ് കമ്മോഡിറ്റി ആർ നോർമൽ ഗുഡ്സ്. ദർ ആർ കേസസ് വെൻ കൺസ്യൂമർ മെ നോട്ട് ബൈ സം ഗുഡ്സ് മോർ ആസ് ദെയർ ഇൻകം ഇൻക്രീസ്. ഇൻസ്റ്റീഡ് ദേ ബൈ ലെസ് സച്ച് ഗുഡ്സ് ആർ ഇൻഫീരിയർ ഗുഡ്. ഇൻകം കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ലെസ് ആയിട്ട് കൺസ്യൂം ചെയ്യാൻ അതിനെ ഇൻഫീരിയർ ഗുഡ് എന്ന് പറയും. ഓക്കെ, അടുത്ത പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്. പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ് ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് നമ്മളെ ക്വാണ്ടിറ്റി ഡിമാൻഡ്. ഇതിൽ രണ്ട് തരം ഗുഡുള്ളത്, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡും മറ്റൊന്ന് കോംപ്ലിമെൻ്റ് ഗുഡ്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് ഒന്നിലുള്ള പ്രൈസിലുള്ള ചേഞ്ചിനനുസരിച്ച് മറ്റൊന്നിൻ്റെ ഡിമാൻഡിനെ ബാധിക്കും. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്താൽ മറ്റതിൻ്റെ ഡിമാൻഡ് എന്ത് ചെയ്യും, കൂടും. അതുപോലെ തന്നെ കോംപ്ലിമെൻ്ററി ഗുഡ് രണ്ടും കൺസ്യൂം ചെയ്യുക, ടുഗദറായിട്ട് കൺസ്യൂം ചെയ്യുന്നതിനെ നമ്മൾ കോംപ്ലിമെൻ്ററി ഗുഡ് എന്ന് പറയും. കോംപ്ലിമെൻ്ററി ഗുഡ് ഒരു ഉദാഹരണമാണ് സ്കൂട്ടർ ആൻഡ് പെട്രോൾ. അപ്പോൾ ഏതെങ്കിലും ഒരു ഗുഡിൻ്റെ പ്രൈസ് കുറയുമ്പോൾ അതിൻ്റെ ഡിമാൻഡ് കുറയും, ഡിമാൻഡ് കൂടും. ഓക്കെ, അടുത്ത് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്. ദ ക്വാണ്ടിറ്റി ഓഫ് കമ്മോഡിറ്റി ദാറ്റ് പീപ്പിൾ വിൽ ബൈ വിൽ ബി അഫക്റ്റഡ് ബൈ ദ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്. Companies spend millions of rupees in advertisement in an attempt to influence consumers' taste in favor of their product. ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് എന്ത് ചെയ്യും, ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കുറേ കമ്പനികൾ അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയിട്ട് കുറേ ക്യാഷ് ചിലവഴിക്കുന്നത്. കൺസ്യൂമേഴ്സ് ടേസ്റ്റ് ആർ ക്രിയേറ്റഡ് ഡിമാൻഡ് വുഡ് ബി ലാർജർ.
അതുപോലെ തന്നെ കൺസ്യൂമറിൻ്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഫേവറബിൾ അല്ലെങ്കിൽ ഡിമാൻഡ് കുറയും. അടുത്ത് എക്സ്പെക്റ്റേഷൻ. കൺസ്യൂമർ എക്സ്പെക്ട് ചെയ്യാണ് ഫ്യൂച്ചറിൽ ഈ കമ്മോഡിറ്റിയുടെ പ്രൈസ് കുറയും, പ്രൈസ് ഇൻ ദ ഫ്യൂച്ചർ വിൽ എഫക്റ്റ് ചെയ്യും. അപ്പോൾ പ്രൈസ് കുറയുന്നു കാണുമ്പോൾ ഈ ആളുകൾ ഇപ്പോൾ കൂടുതലായിട്ട് പർച്ചേസ് ചെയ്യില്ല, ഫ്യൂച്ചറിലേക്ക് വെക്കും. പ്രൈസ് കൂടുമെന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ കറൻറ്റ് സിറ്റുവേഷനിൽ തന്നെ ആളുകൾ കൂടുതലായിട്ട് പർച്ചേസ് ചെയ്യും. നമ്പർ ഓഫ് ബയേഴ്സ് ഇൻ ദ മാർക്കറ്റ്. ദ ക്വാണ്ടിറ്റി ഓഫ് ദ കമ്മോഡിറ്റി ദാറ്റ് people will buy depends on the number of buyers in the market for that particular commodity. The greater the number of buyers of good, the greater the market demand for it. കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ ഡിമാൻഡ് കൂടും. അതായത് പോപ്പുലേഷൻ കൂടിക്കഴിഞ്ഞാൽ ഡിമാൻഡ് കൂടും. അടുത്ത ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ഇൻ ദ സൊസൈറ്റി ആൾസോ എഫക്ട് ദ ഡിമാൻഡ് ഫോർ ഗുഡ്. ഇൻകം ഡിസ്ട്രിബ്യൂഷന് എന്തിനെ? ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യും. ഇൻകം ഡിസ്ട്രിബ്യൂഷന് ഈക്വൽ ആയിട്ടാണെങ്കിൽ ആളുകളുടെ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂമിന് അത് എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ പ്രൊപ്പൻസിറ്റി കൺസ്യൂമർ ഏകദേശം കൂടുതലായിരിക്കും, അപ്പോൾ ഗ്രേറ്റർ ഡിമാൻഡ് ഉണ്ടാവും. മറ്റൊന്ന് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ അൺഈക്വൽ ആണെങ്കിൽ, റിച്ചും പുറം തമ്മിലുള്ള ഗ്യാപ്പ് വലിയ കൂടുതലാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും? ആളുകളുടെ ഡിമാൻഡ് കുറയാനുള്ള സാധ്യത. പുവർ പീപ്പിളിൻ്റെ അടുത്ത് ഇൻകം ഉണ്ടാവില്ല, അവർ പർച്ചേസ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. ഇനി ടൈപ്സ് ഓഫ് ഡിമാൻഡ്. ദർ ഈസ് പ്രൈസ് ഡിമാൻഡ് ഉണ്ട്. പ്രൈസ് പറഞ്ഞാൽ പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഇപ്പോൾ നെഗറ്റീവ് റിലേഷൻഷിപ്പാണ്. ഇൻകം ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ ഇൻകം ഡിമാൻഡ് റെഫേഴ്സ് ടു ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് കമ്മോഡിറ്റി ഡിമാൻഡ് അറ്റ് വേരിയസ് ലെവൽസ് ഓഫ് ഇൻകം ഓഫ് ദ കൺസ്യൂമർ. അപ്പോൾ ഇൻകമായിട്ടുള്ള ക്വാണ്ടിറ്റി ഡിമാൻഡിൻ്റെ റിലേഷൻഷിപ്പിനെ ഇൻകം ഡിമാൻഡ്. നെക്സ്റ്റ് വൺ ഈസ് ക്രോസ് ഡിമാൻഡ്. Cross demand refers to a change in quantity demanded of a commodity owing to change in the price of related goods. Related goodsന്റെ പ്രൈസിലുള്ള മാറ്റത്തിനനുസരിച്ചിട്ട് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഉണ്ടാകുന്ന മാറ്റം. റിലേറ്റഡ് ഗുഡ് എന്ന് പറയുമ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഗുഡ്. കോംപ്ലിമെൻറ്റ് ഗുഡ് പറഞ്ഞാൽ കൺസ്യൂം ടുഗദർ, രണ്ടും ഒരുമിച്ച് കൺസ്യൂം ചെയ്യാൻ അതിന് കോംപ്ലിമെൻറ്റ് ഗുഡ്. അപ്പോൾ ഇതിലൊക്കെ ഒന്നിൻ്റെ പ്രൈസിലുള്ള മാറ്റം മറ്റൊന്നിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ മാറ്റം ഉണ്ടാകും. അതിനെ നമ്മൾ എന്ത് പറയാം? ക്രോസ് ഡിമാൻഡ് എന്ന് പറയും. നെക്സ്റ്റ് വൺ ഈസ് ഡിമാൻഡ് ഫംഗ്ഷൻ. ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി ഈസ് ഡിറ്റർമിൻഡ് ബൈ സെവറൽ ഫാക്ടേഴ്സ്. കുറേ ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഡിമാൻഡ് ഡിറ്റർമിൻ. ആൻഡ് ഇൻഡിവിജ്വൽസ് ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ദ പ്രൈസ് ഓഫ് കമ്മോഡിറ്റി ഈസ് ഇൻകം, പ്രൈസസ് ഓഫ് റിലേറ്റഡ് കമ്മോഡിറ്റി ഈസ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ മെയ്ഡ് ബൈ ദ പ്രൊഡ്യൂസേഴ്സ് of the commodity, expectation. അങ്ങനെ പല ഫാക്ടേഴ്സ് ഉണ്ട്. പ്രൈസ് ഓഫ് റിലേറ്റഡ് കമ്മോഡിറ്റി, ഇൻകം, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ, ഇതൊക്കെ ഇതിനെ ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്. QX ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് പ്രൈസ് ഓഫ് കമ്മോഡിറ്റി, I is the income of the individual, PR is price of related commodity, T is the taste and preference of individual consumer, A is the advertisement expenditure, E is the expectation. അപ്പോൾ കുറേ ഫാക്ടേഴ്സ് ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട് എന്തിനെ? ഡിമാൻഡിന്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ദ മാർക്കറ്റ് ഡിമാൻഡ്. ദ മാർക്കറ്റ് ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി ഗിവ്സ് ആൾട്ടർനേറ്റീവ് അമൗണ്ട് ഓഫ് ദ കമ്മോഡിറ്റി ഡിമാൻഡ് അറ്റ് എ വേരിയസ് പ്രൈസ് ബൈ ആൾ ഇൻഡിവിജ്വൽ ഇൻ ദ മാർക്കറ്റ് ഡ്യൂറിങ് എ പീരിയഡ് ഓഫ്. ഒരു മാർക്കറ്റിൽ കുറേ ഇൻഡിവിജ്വൽ ഉണ്ടാവും, ഒരു വേരിയസ് പ്രൈസിൽ ഒരു കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് ഡിറ്റർമിൻ എത്രത്തോളം ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറേ ഇൻഡിവിജ്വലിൻ്റെ ഡിമാൻഡ് കർവ് ഉണ്ടാവും, അത് കൂടിച്ചേർന്നതാണ് മാർക്കറ്റിൽ. ടു ഒബ്റ്റെയിൻ മാർക്കറ്റ് ഡിമാൻഡ് വി സം ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ബൈ ഈച്ച് ഇൻഡിവിജ്വൽ അറ്റ് എ പർട്ടിക്കുലർ പ്രൈസ് ടു ഒബ്റ്റെയിൻ ദ ടോട്ടൽ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് അറ്റ് ദാറ്റ് പ്രൈസ്. ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ബൈ ഈച്ച് ഇൻഡിവിജ്വൽ, ഓരോ ഇൻഡിവിജ്വൽ അറ്റ് എ പർട്ടിക്കുലർ പ്രൈസ് ടു ഒബ്റ്റെയിൻ ടോട്ടൽ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് അറ്റ് ദാറ്റ് പ്രൈസ്. അപ്പോൾ ആ പ്രൈസിൽ ഓരോ ഇൻഡിവിജ്വലും ഒരു കൂടിച്ചേർന്നത്, ഓരോ ഇൻഡിവിജ്വലിന് കൂടിച്ചേർന്ന ക്വാണ്ടിറ്റി ഡിമാൻഡ്, അതിനെന്ത് പറയാം? മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കാം, ഇത് എ എന്ന ഇതിൻ്റെ ഡിമാൻഡാണ്, ഇത് ബി എൻ, ഇത് രണ്ടും ഒരുമിച്ച് ചേർന്നതാണ് മാർക്കറ്റ്. ഇത് രണ്ടാളുള്ള മാർക്കറ്റ്. ഓക്കെ, ഇതാണ് മാർക്കറ്റ് ഡിമാൻഡ്. ഇനി അടുത്ത മൂവ്മെൻറ്റ് അലോങ് ദ ഡിമാൻഡ് കാണും. മൂവ്മെൻറ്റ് അലോങ് എന്ന് പറയുമ്പോൾ when there is a change in the quantity demanded of a particular commodity because of a change in price with other factors remaining constant. നമ്മൾ കുറേ ഫാക്ടേഴ്സിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ നമ്മളൊരു പ്രൈസിലുള്ള മാറ്റത്തിനനുസരിച്ച് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ മാറ്റം ഉണ്ടാകുമ്പോഴാണ്
മൂവ്മെന്റ് അലോങ് ദ ഡിമാൻഡ് കർവ്. ദർ ഈസ് എ മൂവ്മെന്റ് ഓഫ് ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് അലോങ് ദ സെയിം കർവ്. ഒരു സെയിം കർവിലാണ്. ഇറ്റ് ഈസ് നോൺ ആസ് എക്സ്റ്റൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്. എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ when the quantity demanded of good rises due to fall in price. പ്രൈസ് കുറയുന്നതിനനുസരിച്ചിട്ട് ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടിയതിനെ നമ്മൾ എന്ത് പറയും? എക്സ്റ്റൻഷൻ എന്ന് പറയും. കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ when the quantity demanded falls due to the rise in price. പ്രൈസ് കൂടിയതിനനുസരിച്ച് ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയുന്നതിനെ കോൺട്രാക്ഷൻ എന്ന് പറയും. ഇറ്റ് ഈസ് കാൾഡ് കോൺട്രാക്ഷൻ. അപ്പോൾ കോൺട്രാക്ഷൻ റൈസ് ഇൻ പ്രൈസ് റിസൾട്ട് ഇൻ ദ കോൺട്രാക്ഷൻ ഡിമാൻഡ്. പ്രൈസ് കൂടിയതിനനുസരിച്ച് ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ത് ചെയ്ത് കുറഞ്ഞു. ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇവിടെ ഈ പോയിന്റിൽ നിന്നും പ്രൈസ് കൂടുമ്പോൾ ഈ പ്രൈസ് 4000 എത്തുമ്പോൾ 4 ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടി. അതേപോലെ ഈ പോയിന്റിൽ നിന്നും പ്രൈസ് കുറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ 2000 പ്രൈസ് കുറഞ്ഞപ്പോൾ 6 കൂടി. അതിനെ നമ്മൾ എന്ത് പറയും? എക്സ്റ്റൻഷൻ എന്ന് പറയും. അപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് പ്രൈസ് കുറഞ്ഞതിനനുസരിച്ച് കൂടുന്നതിനെ എക്സ്റ്റൻഷൻ എന്ന് പറയും. ക്വാണ്ടിറ്റി ഡിമാൻഡ് ഫാൾ ചെയ്യാണ് പ്രൈസ് കൂടിയതിനനുസരിച്ച് കോൺട്രാക്ഷൻ എന്ന് പറയും. ഓക്കെ. ദ ഷിഫ്റ്റ് ഓഫ് ദ ഡിമാൻഡ് കർവ്. നേരത്തെ പറഞ്ഞത് ഒരു ഡിമാൻഡ് കർവിലുള്ള മാറ്റമാണ്, അതിലുള്ള മൂവ്മെൻ്റ് എല്ലാം ആണ്. ഇവിടെ ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ചെയ്യാം. ഇത് ഷിഫ്റ്റ് ഡിമാൻഡ് കർവ് പ്രൈസ് അല്ലാത്ത മറ്റ് ഫാക്ടേഴ്സിലുള്ള മാറ്റത്തിനനുസരിച്ചാണ് ഷിഫ്റ്റ് ഉണ്ടാവും. ഡ്യൂ ടു ചേഞ്ച് ഇൻ വൺ ഓർ മോർ അതർ ഫാക്ടേഴ്സ് ദ ഡിമാൻഡ് കർവ് ഷിഫ്റ്റ്. ദ ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് എയ്തർ ടു ദ ലെഫ്റ്റ് ഓർ ടു ദ റൈറ്റ് ഡിപ്പെൻഡിങ് ഓൺ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇറ്റ്. എന്ത് ചെയ്യും? ഡിയിൽ നിന്നും D1 അപ്പോൾ ഡിമാൻഡ് എന്താ കൂടുമ്പോഴാണ് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇങ്ങോട്ട് കുറയാന്ന് പറയുമ്പോൾ പ്രൈസ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് പി എന്ന പ്രൈസ് ഇങ്ങോട്ട് കുറയുന്നതിനെ D2 എന്ന് പറയും. ഓക്കെ. റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടുമാണ് ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ മറ്റു ഫാക്ടേഴ്സ്, ഒരു ഉദാഹരണത്തിന് ഇൻകം, മറ്റു ഫാക്ടേഴ്സ് ഇൻകം കൂടി. അപ്പോൾ എന്ത് ചെയ്യും? ഇൻകം കൂടുമ്പോൾ പർച്ചേസിംഗ് പവർ കൂടും, റിയൽ ഇൻകം കൂടും. അതുകൊണ്ട് എന്ത് ചെയ്യും? ഡിമാൻഡ് കർവ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അങ്ങോട്ട് റൈറ്റിലോട്ട്. ഇൻകം കുറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റിലോട്ട്. അതുപോലെ മറ്റു പല ഫാക്ടേഴ്സിൻ്റെയും പല കാരണങ്ങൾ. ഒരു ഉദാഹരണത്തിന് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിൻ്റെ പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇതിൻ്റെ ഡിമാൻഡ് എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ വാങ്ങുന്ന കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് എന്ത് ചെയ്യും? കുറയും. അപ്പോൾ എന്ത് ചെയ്യും? ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിൻ്റെ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് നമ്മളെ ഡിറ്റർമിനൻസിൻ്റെ ഉണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ചാണ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവ്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.